എറണാകുളം കാലടിയിൽ കാട്ടാന ആക്രമണം. കല്ലാള എസ്റ്റേറ്റ് ഡിവിഷനിലെ തൊഴിലാളി പ്രസാദിന്റെ വാരിയെല്ലിനു പരിക്കേറ്റു. പാലക്കാട് ധോണിയിലും കോഴിക്കോട് കാരശ്ശേരിയിലും പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. എറണാകുളം കല്ലല പ്ലാന്റേഷനിലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ പ്രസാദ് നേരിട്ടത് ക്രൂരമായ ആക്രമണമാണ്. പ്രസാദിന്റെ വാരിയെല്ലുകൾ ശ്വാസകോശത്തിലേക്ക് തുളച്ചു കയറി. പ്രദേശത്ത് സ്ഥിരം കാട്ടാന ശല്യമുണ്ടെന്നും ദൃസാക്ഷി പറഞ്ഞു. സ്ഥിരമായിട്ട് ആന വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ താഴെ വേറൊരു ആനനെ കണ്ടു. ആ ആനനെ ശ്രദ്ധിച്ച ആൾ നിൽക്കുമ്പോൾ വേറെ ആന പുറകിലൂടെ വന്ന് ആക്രമിക്കായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആന അദ്ദേഹത്തെ ഓടിച്ചു. അദ്ദേഹം 1-2 പ്രാവശ്യം വീണു. അതിനുശേഷം ആന അദ്ദേഹത്തെ കുത്താൻ ശ്രമിക്കുകയും പുള്ളിയുടെ പാന്റിന്റെ ഉള്ളിലൂടെ കൊമ്പ് കോർത്ത് പുള്ളി കൊമ്പിൽ തൂങ്ങിക്കിടക്കായിരുന്നു എന്നാണ് ഇപ്പൊ ചെറിയ അബോധാവസ്ഥയുണ്ട്, എന്നാലും സംസാരിക്കുന്നുണ്ട് ആള് ഭംഗിയുണ്ട്. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. ആന അവശയായി വെറ്റിലപ്പാറ സ്കൂളിന് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അതേസമയം പാലക്കാട് ധോണിയിലും കോഴിക്കോട് വല്ലത്തായി പാറയിലും പുലി സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ധോണി മൂലമ്പാടം സ്വദേശിനി ശാരദയുടെ കോഴിക്കൂട്ടിൽ നിന്ന് പുലി കോഴിയെ പിടിച്ചുവെന്നാണ് പരാതി. കോഴിക്കോട് വല്ലത്തായി പാറയിൽ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവർ ഇന്ന് പുലർച്ചെയാണ് പുലിയെ കണ്ടത്. സ്ഥലത്ത് വനം വകുപ്പ് ഉടൻ ക്യാമറ സ്ഥാപിക്കും. വയനാട് മുത്തങ്ങ കർണാടക ബന്ദിപ്പൂർ വനമേഖലയിൽ ചരക്കുവാഹനങ്ങൾ തടഞ്ഞ കാട്ടാനയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പഴവും പച്ചക്കറികളും കയറ്റി വന്ന വാഹനങ്ങളാണ് തടഞ്ഞിട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.